ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഒ.ജെ. ജനീഷിനെ അധ്യക്ഷനാക്കിയത്. അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ടായിരുന്ന അബിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, മാരത്തോൺ ചർച്ചകളായിരുന്നു, വലിയ തർക്കങ്ങളായിരുന്നു, നോമിനികൾക്കായി മുതിർന്ന നേതാക്കളുടെ പിടിവലി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിൽ ഒരു പേരിലേക്ക് നേതൃത്വം എത്തിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതുപോലെ ഈ തീരുമാനം വന്നതിന് ശേഷം ഒ.ജെ. ജനീഷിന്റെ പ്രതികരണം തൃശ്ശൂരിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ സൂരജ്. ടി കെ, എന്തായാലും തൃശൂർ DCCയിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടക്കുന്നത്. വലിയ ആവേശപൂർവ്വം തന്നെ പ്രവർത്തകരെല്ലാവരും ഒ.ജെ. ജനീഷിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് തൃശൂർ DCCയിൽ ഉണ്ടായത്. കേക്ക് മുറിച്ചും അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തും എല്ലാം തന്നെ ഈ ജനീഷിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് തൃശൂർ DCCയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെക്കാലമായി യൂത്ത് കോൺഗ്രസിന് ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായതിനു ശേഷം ഈ ഒരു നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു സാരഥി, പ്രത്യേകിച്ച് തൃശൂരിന്റെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ നേതാവാണ് ഒ.ജെ. ജനീഷ്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ KSUവിന്റെ ചുമതല വഹിക്കുന്നു. അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടത്തെ പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും എല്ലാം വലിയ ആവേശമായുള്ളത്. ഇതിൽ നിർണായകമായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടൽ തന്നെയാണ്. പലരുടെയും പേര് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടക്കം തീരുമാനം ഇതിൽ നിർണായകമായി മാറി. രമേശ് ചെന്നിത്തല ഒഴികെ ബാക്കി മുഴുവൻ നേതാക്കളും, അതായത് തൃശ്ശൂരിനെ പ്രതികരിക്കുന്ന കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഒ.ജെ. ജനീഷിനെ പിന്തുണച്ച രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടിയാണ് ഒറ്റ പേര്, അതായത് ഒ.ജെ. ജനീഷ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും വലിയ രീതിയിൽ ആവേശപൂർവ്വം തന്നെ സ്വീകരിക്കുകയാണ് തൃശ്ശൂരിൽ. ടി കെ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.